ഞാൻ 3 വർഷത്തിന് മുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി വയർഡ് ഹെഡ്ഫോണാണിത്. ഇതിൻ്റെ പുറകിലൊരു സ്റ്റോറിയുണ്ട്. 2021 ഒക്ടോബറിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ സെയിൽ നടക്കുന്ന സമയം. ഫ്ലിപ്കാർട്ട് സൈറ്റ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സൂപ്പർ ഓഫർ ഞാൻ കണ്ടു. 5400 രൂപ MRP വിലയുള്ള AKG K52 എന്ന ഹെഡ്ഫോൺ വെറും 799 രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നു. എനിക്കൊരു ഹെഡ്ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നുകൊണ്ടും ഇതിന് നല്ല റേറ്റിംഗ് ഉള്ളതും കൊണ്ട് ഞാൻ ചാടിക്കയറി സാധനം വാങ്ങി. 3 ദിവസത്തിനുള്ളിൽ K52 വീട്ടിലെത്തി. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി ഞാനിത് സ്ഥിരം എൻ്റെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്നു. യൂട്യൂബ് വീഡിയോ കാണാനും പോഡ്കാസ്റ്റ് കേൾക്കാനും ഒക്കെയാണ് ഇത് ബെസ്റ്റ്. കാരണം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും വോയിസ് ക്ലാരിറ്റിയും ഗംഭീരമാണ്. പക്ഷേ എൻ്റെ സ്ഥിര ഉപയോഗവും കേരളത്തിലെ ഹ്യൂമിഡിറ്റിയൊക്കെ കാരണം ഇതിൻ്റെ സിന്തറ്റിക് ലെതർ ഇയർപാഡും ഹെഡ് ബാൻഡും ഒക്കെ 2 വർഷം കഴിഞ്ഞപ്പോൾ പൊടിഞ്ഞുപോയി. എന്നാൽ അതിൻ്റെ തുണിഭാഗം ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല ഈ ഹെഡ്ഫോൺ ഇപ്പോഴും നല്ലതുപോലെ വർക്ക് ചെയ്യുന്നു. K52 AKG ബ്രാൻഡിൻ്റെ പ്രൊഫഷണൽ സ്റ്റുഡിയോ ഉപയോഗത്തിനുള്ള ക്ലോസ്ഡ് ബാക്ക് ഹെഡ്ഫോൺ സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ മോഡലാണ്. 2017 സാംസങ് ഏറ്റെടുത്ത സൗണ്ട് ക്വാളിറ്റിക്ക് പേര് കേട്ട ഹാർമാൻ്റെ ബ്രാൻഡാണ് AKG. അതുകൊണ്ട് നമുക്ക് സാംസങ് ആണ് ഇതിൻ്റെ മുതലാളി എന്ന് വേണമെങ്കിൽ പറയാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, K52 ഓഡിയോ സ്റ്റുഡിയോകളിലെ ഉപയോഗത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന ഹെഡ്ഫോണാണ്. അതായത് നമ്മൾ പാട്ടോ പോഡ്കാസ്റ്റോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് നമുക്ക് കേൾക്കാനോ അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സൗണ്ടോ മ്യൂസിക്കോ ഒക്കെ കേൾക്കാനോ ഇത് ഉപയോഗിക്കാം. അതുകൊണ്ട് സൗണ്ട് പുറത്ത് കേൾക്കാത്ത വിധം ക്ലോസ്ഡ് ബാക്ക് ഡിസൈനിലാണ് ഇതിൻ്റെ ഇയർപാഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ ഇയർപാഡുകൾ നമ്മുടെ ചെവിയെ പൂർണ്ണമായും കവർ ചെയ്യുന്നു. അടുത്തുള്ളവർക്ക് നമ്മൾ കേൾക്കുന്നത് എന്തെന്നറിയാൻ പറ്റില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. സ്റ്റുഡിയോ മോണിറ്ററിങ്ങിന് ഉപയോഗിക്കുന്നതായതുകൊണ്ട് സൗണ്ടിൻ്റെ കൃത്യതയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സൗണ്ട് നാച്ചുറലായി കേൾക്കാം. നിങ്ങൾ അടിപൊളി ബേസ് ഒക്കെ വേണ്ട ഒരു മോഡലാണ് നോക്കുന്നതെങ്കിൽ ഇത് വാങ്ങരുത്. എന്നാൽ യൂട്യൂബ് വീഡിയോ കാണാനും പോഡ്കാസ്റ്റ് കേൾക്കാനും ഒക്കെ ഇത് വിലക്കുത്ത മൂല്യം തരുന്ന നല്ലൊരു വയർഡ് ഹെഡ്ഫോണാണ്. ചാർജ് ചെയ്യേണ്ട എന്നത് ഒരു വലിയ ഗുണം തന്നെയാണ്. പക്ഷേ ഇതിൽ മൈക്കില്ല. വളരെ സിമ്പിൾ പാക്കേജിലാണ് K52 വരുന്നത്. ഹെഡ്ഫോണിന് പുറമെ ഒരു 6.3 mm ഓഡിയോ അഡാപ്റ്റർ AKG തരുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് മിക്സിംഗ് കൺസോൾ, ഓഡിയോ ആംപ്ലിഫയർ, കീബോർഡ് എന്നിവയിൽ കണക്ട് ചെയ്യാം. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് 3.5 mm ഓഡിയോ ജാക്ക് കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലും ഒക്കെ കണക്ട് ചെയ്യാം. ഇതിൻ്റെ കേബിളിന് 2.5 മീറ്റർ നീളമുണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടർ കുറച്ച് ദൂരെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കേബിൾ ഊരാനോ മാറ്റാനോ പറ്റില്ല. നല്ല ക്വാളിറ്റിയുള്ള മോഡലാണിത്. ഇതിൻ്റെ ഇയർപാഡുകൾ വലുതാണ്. പുറത്തെ ഡയമീറ്റർ 10 സെൻറ്റിമീറ്ററും അകത്തെ ഡയമീറ്റർ 6 സെൻറ്റിമീറ്ററുമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത തനിയെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹെഡ് ബാൻഡാണ്. ഇത് നല്ലപോലെ തലയിൽ ഫിറ്റാകും. ഇളകി പോകുമെന്ന് പേടിക്കണ്ട. എൻ്റെ ഇതിൻ്റെ ഹെഡ് ബാൻഡ് കവറിങ് പൊടിഞ്ഞു പോയെങ്കിലും തുണി ഇലാസ്റ്റിക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ഉപയോഗത്തിന് പ്രശ്നമില്ല. നല്ല വലിപ്പമുണ്ടെങ്കിലും ഇതിന് 200 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. മണിക്കൂറോളം തലയിൽ ഇരുന്നിട്ട് എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. വില കൂടിയ സോണി XM4 പോലും എനിക്ക് കുറേ നേരം ഇടാൻ പറ്റാറില്ല. ഇതിൻ്റെ ബിൽഡ് പ്ലാസ്റ്റിക്കും മുകളിലത്തെ ബാൻഡ് മെറ്റാലിക്കുമാണ്. ഫിനിഷ് മാറ്റ് ബ്ലാക്ക് ആണ്. 3 വർഷം ഉപയോഗിച്ചിട്ടും ഇപ്പോഴും ദിവസവും ഞാൻ ഉപയോഗിക്കുന്ന ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. ആകെ ഒരു ചെറിയ പ്രശ്നം ഇതിൻ്റെ കട്ടി കുറഞ്ഞ സിന്തറ്റിക് ലെതർ കവറിംഗ് ഉള്ള ഇയർപാഡുകളാണ്. നമ്മുടെ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഇതധികം നിലനിൽക്കില്ല. ഇത് ഈടെ മാറാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പം ഇത് മാറുന്നതിന് ഇയർപാഡുകൾക്ക് 700-1000 രൂപയൊക്കെ കൊടുക്കണം. അതായത് ഇതിന് ഞാൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ കാശ് കൊടുക്കണം ഇയർപാഡ് മാറാനായിട്ട്. പിന്നെ ഇയർപാഡ് സൂക്ഷിക്കാനായിട്ട് ഒരു ടിപ്പ് ഞാൻ തരാം. ഹെഡ്ഫോൺ ഉപയോഗം കഴിയുമ്പോൾ ഒരു ടവൽ കൊണ്ട് പതുക്കെ ഇയർപാഡ് തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. അങ്ങനെ ചെയ്താൽ ഇയർപാഡ് കുറേ കാലം നിലനിൽക്കും. ഇതിൻ്റെ ഉള്ളിൽ 40 mm ക്വാളിറ്റി സ്പീക്കർ ഡ്രൈവറാണുള്ളത്. അത് നല്ല സൗണ്ട് വോളിയം തരുന്നു. ഞാൻ സാധാരണ കമ്പ്യൂട്ടറിൽ 30% വോളിയത്തിലൊക്കെയാണ് കേൾക്കാറ്. ക്വാളിറ്റിയുള്ള ബാലൻസ്ഡ് സൗണ്ടാണ്. 18 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെ നല്ല ഫ്രീക്വൻസി റേഞ്ച് ഇതിനുണ്ട്. ഹൈ എൻഡ് ഫ്രീക്വൻസിയിൽ ക്ലാരിറ്റി കുറവുള്ളതുപോലെ തോന്നി. എന്നാൽ ഉയർന്ന ശബ്ദത്തിൽ ഡിസ്റ്റോർഷനൊന്നും തോന്നിയതുമില്ല. ഇതിൻ്റെ മാനുവലും ഡാറ്റ ഷീറ്റും ഒക്കെ ഓൺലൈനിൽ കിട്ടും. ഇതാണ് AKG K52ൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്. ശ്രദ്ധിക്കുക, K52 AKG സ്റ്റുഡിയോ സീരീസിലെ ഏറ്റവും വില കുറഞ്ഞ മോഡലാണ്. ഈ സീരീസിൽ ഇതിനേക്കാൾ മികച്ച K72ഉം K92ഉം ഒക്കെ ഉണ്ട്. K52ന് ഏകദേശം 2500 രൂപയാണ് വില. ഏകദേശം 150 രൂപ കൂടുതൽ കൊടുത്താൽ K72 വാങ്ങാം. എന്നാൽ സ്റ്റൈലിഷായ K92ന് K52നെ അപേക്ഷിച്ച് ഏകദേശം 800 രൂപ കൂടുതലാണ്. മൂന്നിൻ്റെ ഓവറോൾ ഡിസൈൻ ഏതാണ്ട് ഒരുപോലെയാണ്. K72ലും K92ലും നീളം കൂടിയ 3 മീറ്റർ കേബിളാണുള്ളത്. അതായത് K52നേക്കാൾ 1/2 മീറ്റർ നീളം രണ്ടിനും കൂടുതലുണ്ട്. K72ൻ്റെയും K92ൻ്റെയും ഇയർപാഡ് കുഷനുകൾ K52നേക്കാൾ മികച്ചതാണ്. K92ൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ സ്റ്റൈലിഷായ ഡ്യുവൽ ടോൺ കളറാണ്. ഓഡിയോ ക്വാളിറ്റിയിൽ ഈ മോഡലുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സ്പീക്കറിൻ്റെ ഫ്രീക്വൻസി റേഞ്ചും സെൻസിറ്റിവിറ്റിയും ഒക്കെ വില കൂടുന്നതനുസരിച്ച് കൂടുതലുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മോഡൽ K72 ആണ്. കാരണം K52നെ അപേക്ഷിച്ച് ബെറ്റർ സൗണ്ട്, നല്ല ഇയർപാഡുകൾ, നീളം കൂടിയ കേബിൾ ഒക്കെ വെറും 150 രൂപ അധികം കൊടുത്താൽ കിട്ടും.